സന്തോഷം നിറഞ്ഞിരിക്കുന്നു. നിന്റെ മണവറയിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. തന്റെ സൈന്യങ്ങളുടെ ആയിരമായിരങ്ങളോടും 10,000 കൂടെ പരിശോധിക്കും. ഞാൻ നീതിയുമായിട്ട് വരുന്നു. ന്യായാധിപതിയെ ഭയപ്പെടുവാനാണല്ലോ. രാജാവിനിരിക്കുന്നു. ആദാം സന്താനങ്ങളുടെ മുൻപാകെ ഒന്നിച്ചൂടുകയും സർവഭൂമിയുടെ ഏറ്റവും വരെയുള്ള സർവോത്സവം കാണപ്പെടുകയും ചെയ്യുന്നു. ഈ ജ്വാലയിൽ വടിയുള്ള ഭയങ്കരനായ രാജാവും തന്റെ ദാസന്മാരോട് കൽപ്പിക്കുന്നു. അവർ നീതിവാന്മാരെ അന്യായക്കാരിൽ നിന്ന് വേർതിരിക്കുന്നു. അവർ ഭയങ്കരത്വമുള്ള വലിയ സിംഹാസനം മുമ്പാകെ നിൽക്കുന്നു. എന്റെ പുത്രനെ പിതാവിന്റെ മഹത്വം മരിക്കുകയും മാതാവിനെ ജീവിപ്പിക്കുകയും ചെയ്ത പുത്രന്റെ വന്നരും പരിശുദ്ധരൂപായ്ക്ക് സ്തോത്രം മഹത്വം പുകച്ചും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു. കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസമല്ല മനുഷ്യന് ഒരു പാനീയമാകുന്നു. എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവുമാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതർ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിഷ്ഠയായി. എല്ലാവരും അവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്ന ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നതുകൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും രാജ്യാവകാശമാക്കി കുടിപാടുകയും ചെയ്യുന്നതാകുന്നത് എല്ലാ നാവുകളിൽ നിങ്ങൾ തുണയ്ക്കായി വരിക. ന്യായം വിട്ടകന്നു നീതിയോടടുപ്പ. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്ക. എന്നാൽ എന്റെ സഹോദരന്മാരെ, നിദ്രയുള്ള നേരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിന്നുള്ളത് അങ്ങനെ അവനോട് വരുത്തുന്നു. എന്നാൽ കർത്താവ് വൈദ്യനാണ് ശേഷിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. എന്നാൽ ഈശോ തമ്പുരാൻ ഉത്തരമായിട്ട് അവരോട് അരുളിച്ചെയ്തത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് ചെയ്യുന്നവയെ തന്നെ പുത്രനും അങ്ങനെ തന്നെ ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന സകലവും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിന് ഈ പ്രവൃത്തികളെക്കാൾ അധികമായിട്ടുള്ളവയും അവനെ കാണിച്ചു കൊടുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിക്കുന്ന പ്രകാരം തന്നെ പുത്രനും താൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ഒരുത്തിനെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ടെന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് മാറിയിരിക്കുന്നു. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോട് നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയേലായിസോൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സ്വരേടത്തിന്റെയും ദൈവവും
ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനുമായ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നെന്ന് അരുളിച്ചേതനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ യോഗ്യതകളാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ നിന്റെ ചേർമാനായി പുറപ്പെടുവാനും നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരുകായെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്നു. നിന്റെ ഉയർത്തുന്നേൽപ്പിന് പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോനെന്ന് ചൊല്ലണം. മൂത്ത മകൻ ആ മുഖം മുടിക്കട്ടെ. മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ചെയ്തവനായ ദൈവമേ, നിത്യജാനായി ഉയർന്നേൽക്കുമുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരന്മാരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ
തുറക്കപ്പെട്ടിരിക്കുന്ന കലകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാ ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരവന്മാർ അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിട്ടപ്പെട്ടിരുന്നു. മ്ലേച്ഛമായ 8 കാലുകൾ വയ്ക്കുള്ളിൽ വില കെട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അതിനരികെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെറുകോടും കൊണ്ട് എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ള തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പൊഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കന്നഡങ്ങളോടുകൂടി നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങളായ പോലെ മാഞ്ഞു പോകുന്നതാകുന്നെന്നും പറമ്പിലെ പുഷ്പം പോലെ അവൻ പൂത്ത് വാടിപ്പോകുന്നുവെന്നും അവയിൽ പാട് ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തം മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സ്ഥലത്തിന്റെ ഇടയനായ ദൈവത്തിന് സ്തുതി നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ തുണിയൊക്കെ അകത്താക്കിയിട്ട് അവിടെ ഇരുന്നോട്ട്, അവിടെ ഇരുന്നോട്ട്. അടുക്കത്തെ കയറിട്ടത് കേട്ടെ, ആ കയറ് കൊണ്ട് ഞാൻ കേട്ടെ, അടുക്കത്തെ കയറുകൊണ്ട് കേട്ടരുത്. മണക്കൽ ഞങ്ങൾ ഇട്ടതല്ലേ? ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മെശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളതാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതോടുകൂടെ ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. മാത്രമേ പോകാവുള്ളെന്ന് അറിയിക്കുന്നു.
എങ്ങനെ പറ്റിയെന്നറിയാം ഇത് പറ്റിയ അല്ല പറ്റി